ഈശോ മെശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. സുഖമാണല്ലോ അല്ലേ? പിന്നെ തണുപ്പ്, കുഞ്ഞുങ്ങളെ തണുപ്പ് ഡിസംബർ മാസം ഇവിടെ കേരളത്തിലെ കാര്യം ഉദ്ദേശിച്ചത്. പല സ്ഥലങ്ങളിലും പനിയൊക്കെ പിടിക്കാതെ നോക്കണം കേട്ടോ. ക്രിസ്മസിന് നല്ല പവർഫുൾ ആകണം. ഇതൊക്കെ പറഞ്ഞു തരാൻ നമുക്കൊരു സ്നേഹമുണ്ട്. ഹല്ലേലൂയ. പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തി കേട്ടോ ഒരു കാര്യേ. ഞാൻ ഈ ധ്യാനിപ്പിക്കുന്ന സ്ഥലത്തിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് അച്ഛൻ ഇന്ന സ്ഥലത്തല്ലേ ധ്യാനിപ്പിക്കുന്നതെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അയ്യോ, ഞാനത് അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. ദൈവത്തിന്റെ കരുണ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു പ്രത്യേക ഗിഫ്റ്റ് ഉണ്ട്, പ്രത്യേക കൃപയുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ധ്യാനം നാളെ ഉച്ചയോടുകൂടി സമാപിക്കും. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം സമാപന ശുശ്രൂഷകൾക്കെല്ലാം വേണ്ടി. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു മടങ്ങും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്കൊരു പ്രത്യേകിച്ച് നന്മകളും ചൊല്ലി പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞ് പോയ എല്ലാവരും ഓർത്തും കൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു സ്വർഗത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നു. അവർക്ക് സ്വർഗത്തിൽ കൂടുതൽ പ്രകാശം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ആരെങ്കിലും ഒക്കെ ശുദ്ധീകരണ സ്ഥലത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ വഴി കർത്താവ് ഒരു സ്വർഗത്തിലേക്ക് കൊണ്ടും. എല്ലാം സഭ പഠിപ്പിച്ച കാര്യങ്ങളാണല്ലോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമുക്ക് വേറെ ദിവസം നമ്മുടെ കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ കുടുംബങ്ങളില്ലേ, ഈ വീഡിയോ കേൾക്കുന്നവരിൽ നിന്ന് മരണം വഴി വേറെ ചെയ്യുന്നവർക്ക് വേണ്ടി അടുത്ത ദിവസം ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് നമുക്ക് സ്വന്തം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി ഓർക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ ആദ്യത്തെ ശുശ്രൂഷ ഈ ശുശ്രൂഷയാണ് കേട്ടോ. അതുകൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ആ ശുശ്രൂഷ നിങ്ങൾക്ക് കർത്താവ് ഒരു വചനത്തിന് കർത്താവ് കൃപ തരും, ഒരു ആശീർവാദത്തിൽ കർത്താവിന് അഭിഷേകം തരും. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജ്ഞാനത്തിന്റെ പുസ്തകം 13:1 ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 13:1. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇവർ ഭോഷരുടെ ഗണത്തിൽ പെടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും അതിനകത്ത് പെടുകയാണെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങ് പറയാമല്ലോ. അതിനെങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്? ദൈവത്തെ അറിയാത്തവർ സ്വതേ ഭോഷരാണ്. കുഞ്ഞുങ്ങളെ, എന്താ വചനം? ദൈവത്തെ അറിയാത്തവർ സ്വതവേ ഭോഷരാണ്. എന്നൊരു അടുത്ത വചനം വെളിപ്പെടുത്തിയാണ്. അതായത് ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ശില്പങ്ങളിൽ ശ്രദ്ധ പതിച്ച അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല. വല്ല കാവ്യാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വചനമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ദൈവത്തെ ബൈബിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു മുകളിൽ ഒരു ദൈവമില്ല. അപ്പൊ ഭോഷൻ എന്ന് പറഞ്ഞാൽ ബൈബിൾ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം എന്തൊരു വേറെ വചനത്തിനോട് ബന്ധപ്പെട്ട് പറഞ്ഞത് എന്റെ ഓർമ്മ. ദൈവത്തെ അറിയാത്തവരെ, ദൈവത്തിൽ വിശ്വാസമൊക്കെ ഇല്ലാത്തവരെ ബൈബിൾ വിളിക്കുന്ന പേരാണത്. ഭോഷനായ ധനികൻ എന്ന് പറഞ്ഞ് പൊതുനിയമത്തിലൊരു പാർട്ടി ഉണ്ടല്ലേ, ഞാൻ തിന്ന് കുടിച്ച് ഭയങ്കര പരിപാടി ഏതാന്നൊക്കെ പറയും. ഇന്ന് രാത്രി ദൈവാത്മാവിനെ തിരിച്ചുള്ള എന്തായാലും ഭോഷനായ ധനികൻ തന്നെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊരു അനുഗ്രഹമാണ്, ദൈവത്തെ അറിയാൻ പറ്റും. എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം വളരെ പ്രധാനപ്പെട്ടത് ദൃഷ്ടിഗോചരമായ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരുപാട് നന്മകളുണ്ട്. പ്രധാനമായ നല്ല സ്പെഷ്യൽ ടൈപ്പ് ഒരു മുളയാണ്. അപ്പൊ അതുകൊണ്ട് ദൃഷ്ടിഗോചരമായ ഒരു നന്മയാണത്. അല്ല എന്നുണ്ടെങ്കിൽ പല നന്മകൾ നമ്മൾ കാണും. അതിൽ നിന്ന് ഉണ്മയായവനെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ തിരിച്ചറിയാൻ അവർക്ക് പറ്റിയില്ല. ഫ്രാൻസിസ് അസീസി പറയും, ഫ്രാൻസിസ് മരം കണ്ടാലും പൂവ് കണ്ടാലും കല്ല് കണ്ടാലും ഉടനെ ദൈവത്തിലേക്കാണ് ചിന്ത വരുന്നത് അല്ലേ. ഇപ്പൊ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴും അശുദ്ധമായ ചിന്തയല്ല പറയേണ്ടത്, ദൈവത്തിലേക്കാണ് നമ്മുടെ ചിന്ത പോകേണ്ടത്. അതുകൊണ്ടാണ് റോമാ ലേഖനത്തിൽ കൃത്യമായിട്ട് വചനം വെളിപ്പെടുത്തുന്നുണ്ട് അല്ലേ. സൃഷ്ടവസ്തുക്കളിൽ നിന്ന് സൃഷ്ടാവിലേക്ക്, അത് ദൈവത്തെ അറിയാൻ മാർഗമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. കത്തോലിക്ക സഭ മതബോധനത്തെ CCC ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ. ഇതിനെല്ലാം പുറകിൽ ഒരു ക്രിയേറ്റർ ഉണ്ട്, ഒരു സൃഷ്ടികർത്താവുണ്ട് എന്നുള്ളതാണ് വചനത്തിന്റെ സൂചനയും അർത്ഥമൊക്കെ. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ കർത്താവ് നല്ലൊരു വചനം തന്നു. അത് നിങ്ങൾക്ക് ചിലപ്പോൾ സന്ധ്യ ആവുമായിരിക്കും വചനം കേൾക്കുമ്പോൾ അല്ലേ. കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് എന്ത് കാണുമ്പോഴും കർത്താവ്, പാപമൊഴികെ തിന്മയൊഴികെ നമുക്ക് എന്ത് കാണുമ്പോഴും കർത്താവിലേക്ക് നമ്മുടെ ഹൃദയം ഉയരാൻ അല്ലെ, കർത്താവിലേക്ക് അറിയാതെ ഒരു പ്രാർത്ഥന ഉയരാൻ, ഇതിന്റെ എല്ലാം പുറകിൽ ദൈവമുണ്ടല്ലോ എന്നൊരു ചിന്തയിലേക്ക് വരാൻ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ നമ്മൾ ദൈവത്തിന്റെ ദൈവാനുഭവത്തിന്റെ മേലെ ഒരുപാട് മേഖലയിൽ വളരും. യോഹന്നാൻ കുറിസിനെ, വിശുദ്ധ യോഹന്നാൻ കുറിസ്, അമ്പത്രസ്യെ പോലെയൊക്കെ ഉള്ളവര് ഈ ദൈവസാന്നിധ്യ സ്മരണ, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, ഇങ്ങനെയുള്ള ദൈവൈക്യ ജീവിതത്തിലേക്ക് വരാനുള്ള മാർഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വചനത്തിന്റെ അഭിഷേകം നിങ്ങൾക്ക് കർത്താവ് പ്രത്യേകം തരട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം.
ഹാലേലൂയ, ഹാലേലൂയ. നന്നായിട്ട് ഈശോയെ ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവം എന്നിവരോടുകൂടെ കർത്താവെ വചനം പഠിക്കാൻ, വചനം പറയാൻ, കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് സ്തുതിക്കാൻ, കർത്താവ് ജനത്തെ ആശീർവദിക്കാൻ, വിശേഷങ്ങളൊക്കെ പറയാൻ, ഇതെല്ലാത്തിനും പറയില്ല അങ്ങാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. കർത്താവായ ദൈവമേ, ഞങ്ങള് ലോകത്തിന്റെ ഓരോ കോണുകൾ കടന്നിരുന്നവര് കർത്താവെ തമ്മിൽ കാണാനും, കർത്താവെ മിണ്ടാനും സംസാരിക്കാനും ഒരു കുടുംബം പോലെ കഴിയാനും കൃപ തന്നല്ലോ. ഇതിനെല്ലാം ഓർത്ത് ഈശോ അങ്ങ് മഹത്വപ്പെടുത്തുവാണ്. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് സ്തുതിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കാരണം മരണം വഴി വേർപിരിഞ്ഞു പോയ ഓരോ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവെ, കരുണയായിരിക്കണമേ, അവിടുത്തെ തിരുടത്തം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവ പുത്രനായ ഈശോ മിശിഹായുടെ കുരിശുമരണത്തിന്റെ ഉത്ഥാനത്തിന്റെ യോഗ്യതയാൽ ആത്മാക്കളുടെ മേൽ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇവരെ കുടുംബങ്ങളെ ആശീർവദിക്കുകയാണ്. നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടാര്യങ്ങൾ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിത്യാത്മയിലേക്ക് ബന്ധി ആട്ടിപ്പായി. ഓ കർത്താവേ, എൻ്റെ ഈശോയെ, ഈശോ എന്ന നാമത്തിൽ വരെ കാത്തോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ കണ്ണുകൾ മറച്ചു പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനപ്രകാരം ദൈവമേ, എല്ലാത്തിലും ദൈവത്തെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടും. ഓരോ അനുഭവത്തിന് പുറകിൽ നിൽക്കുന്ന ദൈവത്തെ കാണാൻ തക്ക വിധം നിങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവെ, പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, അവിടുന്ന് സ്വർഗത്തിൽ നേരിട്ട് ആശീർവദിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.